മുസ്ലിം ലീഗ് ഒരു വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ട് പോവാണ്. ചില കുറവുകളൊക്കെ ഉണ്ടാകാം. അതുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ കുറവുകളെ നികത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതല്ലാതെ നമ്മളാരും പിന്മാറിയിട്ട് ഒറ്റപ്പെടുത്തരുത് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് മീർസാദിക്കുമാരാകാതിരിക്കുക എന്നതാണ് നമുക്ക് പറയാൻ. ആരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. ഞാനും ഒരു മീർസാദിക്കാകാതിരിക്കുക. മീർസാദിക്കിന് ചരിത്രം കൊടുത്ത ഏറ്റവും വലിയ പ്രയോഗം തന്നെ വഞ്ചകൻ എന്നതാണ്. സ്വന്തം കൂടെ നടന്ന് സ്വന്തം സന്തത സഹചാരിയായി തൻ്റെ ഒപ്പം നടന്ന ആളാണ് അവസാനത്തിൽ തന്നെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നത് എന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഞാനൊരു സിംബോളിക്കായിട്ട് പറഞ്ഞതാണ്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ നിരാശകളാണ്. അതുകൊണ്ട് നമ്മൾ ആ സംഘബോധത്തെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റണം. അഥവാ നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാം. കാരണം സംഭവങ്ങൾ ഇങ്ങനെ അവതാളമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇരാൻ സാഹിബിൻ്റെ സംസാരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. ഇവിടെ നേരത്തെ ഇബ്രാഹിം സാഹിബ് സംസാരിക്കുമ്പോൾ കൊർദോവയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ മൊറോക്കോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ തകർച്ചയും കൂടി നമ്മൾ പഠിക്കണം. നിങ്ങളൊക്കെ വായിക്കുന്നവരാണ്. ആ തകർച്ച എങ്ങനെ സംഭവിക്കുന്നത്? മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഇട്ടിട്ടാണ്. കൊർദോവ എന്ന് പറയുന്ന അതേ യൂണിവേഴ്സിറ്റിയാണ് 11ഓളം ശാസ്ത്ര ശാഖകളെ വികസിപ്പിച്ചെടുത്തത്. ദ ഹിസ്റ്ററി ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി കേൾക്കുക. എന്നിട്ട് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവനകൾ എന്നതൊന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവന എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററാണ്. അതൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കൊർദോവ യൂണിവേഴ്സിറ്റി. ഞാൻ മൊറോക്കോയിലെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ട്. ഈ പറയുന്ന സ്പെയിനിൽ കൊർദോവയിൽ പോയിട്ടുണ്ട്. സ്പെയിനിൽ മലപ്പുറത്ത് തന്നെയാണ്. മൊറോക്കോൻ്റെ കുറച്ചപ്പുറത്ത് ജസ്റ്റ് 2 മണിക്കൂർ യാത്രയുള്ളൂ നമുക്ക് കടലിലൂടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തകരാനൊരു കാരണമാണ്. ഇത്രയും വികസിപ്പിച്ചെടുത്ത യൂണിവേഴ്സിറ്റിയും സംസ്കാരവും എല്ലാം തകരാനുള്ള കാരണം കോൺട്രാഡിക്ഷൻസ് വെറുതെ ഉണ്ടാക്കിയതാണ്. ഓരോരുത്തരായി ഓരോന്നായി ജന്മമെടുത്ത് അവസാനം ആ യൂണിവേഴ്സിറ്റി തന്നെ തകർന്നു പോവാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കണം. ഇനി അവർ പറഞ്ഞതിനെ ആവർത്തിച്ച് പറയാൻ ഞാനല്ല. ഏതായാലും ഈ പ്രസ്ഥാനം നിലനിൽക്കണം. എവിടെയെങ്കിലും അത് തകർന്നതുപോലെ ഈ ഗുലിസ്ഥാനെ അന്തുലുസ് ഊദിൻ ഹയാത്ത് തുജ്കോത്തു തേരി ഠാലിയോ മേജബ് ആഷ്യൻ ഹമരൻ ഈ അന്തുലുഷ്യൻ പൂങ്കാവനം. സ്പെയിനിൻ്റെ പഴയ പേരാണ് അന്തുലുഷ്യൻ. അന്തുലുഷ്യ എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ സ്പെയിൻ എന്നാക്കിയതാണ്. മോഡേണിസം വന്നപ്പോൾ സ്പെയിൻ ആക്കിയത്. ഈ ഗുലിസ്ഥാനെ അന്തുലുസ് ഊദിൻ ഹയാത്ത് തുജ്കോ തേരി ഠാലിയോ മേജബ് ആഷ്യൻ ഹമരൻ. നിന്റെ ജില്ലകളിൽ വന്നിട്ട് ഞങ്ങൾ കൂടുവെച്ചത് നിനക്ക് ഓർമ്മയില്ലേ ഈ പ്രിയപ്പെട്ട അന്തുലുസ് എന്ന് ചോദിച്ചതുപോലെ നിന്റെ തിരമാലകൾ ഇപ്പോഴും ആന്തോളനം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കഥകളല്ലയോ എന്ന് പറയുന്നത് പോലെ ഒരു കൺക്ലൂഷൻ പോലെ